പരിശുദ്ധ ഷഅബാന്റെ മനോഹരമായ ദിവസങ്ങളിലേക്കാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. ഷഅബാൻ രാവിലേക്ക് നാം എത്തി. ഇൻഷാ അല്ലാഹ് അതിന്റെ വല്ലാത്ത മഹത്വങ്ങളെ നാം ഒന്ന് പരിചയപ്പെടുകയും വേണ്ട രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും ആരാധന കൊണ്ട് ശ്രേഷ്ഠമാക്കുകയും ചെയ്യുക. മുസ്ലിങ്ങൾക്ക് 2 പെരുന്നാളുണ്ട്, വലിയ പെരുന്നാള്, ചെറിയ പെരുന്നാള്. അതുപോലെ മലക്കുകൾക്കും 2 പെരുന്നാളുണ്ട്. അത് ബറാഅത്ത് രാവാണൊന്ന്, രണ്ടാമത്തത് ലൈലത്തുൽ ഖദറിന്റെ രാവാണ്. നമുക്കും ഈ പെരുന്നാൾ ഒന്ന് ആഘോഷിച്ചാലോ? വല്ലാത്ത പ്രതിഫലമുള്ള പെരുന്നാളാണ്. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ടും ഇബാദത്ത് കൊണ്ടും നമുക്കതിലേക്ക് ചേരാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഷഅബാൻ നരകത്തിൽ നിന്നുള്ള പരിചയാണ്. എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ ഷഅബാൻ നോമ്പെടുക്കട്ടെ. പുന്നാര ഹബീബിന്റെ ചെഞ്ചുണ്ടിലൂടെ വന്ന പരിശുദ്ധമായ പ്രഖ്യാപനമാണിത്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി പോലും ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്, റമദാൻ കഴിഞ്ഞാൽ എന്റെ ഹബീബായ മുത്തുനബി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് അത് പരിശുദ്ധമായ ഷഅബാനിലാണ്. ബുഖാരി ഇമാം പോലും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം. അപ്പൊ അത്രത്തോളം മഹത്വമുള്ള പരിശുദ്ധമായ ദിനങ്ങൾ, ആ സുന്ദരമായ നോമ്പുകൾ നമ്മൾ ആരും ഒഴിയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഷഅബാനിൽ ഒരാൾ ഒരു നോമ്പെങ്കിലും എടുത്താൽ നരകത്തിന് അദ്ദേഹത്തിന്റെ ശരീരത്തെ ഹറാമാക്കും. ഹറമല്ലാഹു ജസദഹു അലന്നാർ. അത് മാത്രമല്ല, അദ്ദേഹത്തിന് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ കൂട്ടുകാരനാക്കാം. അതും മാത്രമല്ല, അയ്യൂബ് നബിയുടെയും ദാവൂദ് നബിയുടെയും പ്രതിഫലം അല്ലാഹു തആല അദ്ദേഹത്തിന് സമ്മാനിക്കും. ഇനി ഷഅബാൻ മുഴുവൻ ഒരാൾ നോമ്പെടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമാസന്നമാകുമ്പോഴുള്ള സക്രാത്തിന്റെ വല്ലാത്ത വേദന അള്ളാഹുവിന് എളുപ്പമാക്കി നൽകും. അതുപോലെ ഖബറിന്റെ വലിയ ഇരുട്ടിനെ അല്ലാഹു തആല വെളിച്ചമാക്കും. അന്ത്യനാളിൽ അല്ലാഹു തആല അവന്റെ ഔറത്തിനെ മറക്കുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. ഷഅബാൻ മുത്തുനബിയുടെ സ്വലാത്തിന്റെ വാർഷിക മാസമാണ്. റമദാൻ ഖുർആന്റെ ആണെങ്കിൽ ഷഅബാൻ സ്വലാത്തിന്റെയാണ്. അധികരിപ്പിച്ചുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും സ്വലാത്തിനെ മുത്തുനബിയുടെ റൗളയിലേക്ക് എത്തിക്കുക. അള്ളാഹു ആ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് ഒരെണ്ണം ഞാൻ ചെല്ലാം, കൂടെ നിങ്ങൾക്കും ചെല്ലാം. നമുക്ക് ഒരുമിച്ച് ലക്ഷക്കണക്കിന് സ്വലാത്ത് ഈ വീഡിയോയിലൂടെ ഹബീബിലേക്ക് എത്തിക്കാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ബറാഅത്ത് നോമ്പിന്റെ നിയ്യത്ത് നമുക്ക് എല്ലാവർക്കും ഒന്ന് വെച്ചാലോ? നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി സൗമി ബറാഅ ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ സുന്നത്തായ ഷഅബാൻ 15ന്റെ ബറാഅത്ത് നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ആരെങ്കിലും റമദാൻ മാസത്തിലെ ഫർളായ നോമ്പ് ഖളാ ആയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഇതിൽ നിങ്ങൾ കരുതാം. അപ്പൊ ആദ്യം ഫർളായ നോമ്പിനെ കരുതുകയും രണ്ടാമത് സുന്നത്ത് നോമ്പിന്റെ നിയ്യത്ത് വെക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഇന്ന് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ എല്ലാവരും 3 യാസീൻ ഓതണം. ഒന്നാമത്തത് എന്തിനാണ്? നിന്റെ ആയുസ്സിൽ ബറക്കത്തുണ്ടാകാനാണ്. പ്രിയമുള്ളവരെ, കുറെ കാലം ജീവിച്ചിരിക്കലല്ല ഉത്തമം, ജീവിക്കുന്ന കാലം ബറക്കത്തുള്ളതാകണം. എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ജീവിതമാകണം, അള്ളാഹുവിനറിഞ്ഞ് ഇബാദത്ത് ചെയ്യുന്ന ജീവിതമാകണം. എത്രയോ പേർ കിടന്ന കിടക്കയിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി പ്രയാസപ്പെടുന്നുണ്ട്. അങ്ങനെ നരകിക്കുന്ന ബുദ്ധിമുട്ടുന്ന എത്ര രോഗികൾ നമുക്കിടയിലുണ്ട്. ഒരുപാട് കാലം ജീവിച്ചിട്ടും അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ മനസ്സില്ലാത്തവരും എത്രയാ. അപ്പൊ നമ്മുടെ ജീവിതവും ആയുസ്സും ബറക്കത്തുള്ളതാകണം. അതിനാണ് ഒന്നാമത്തെ യാസീൻ. രണ്ടാമത്തെ യാസീനോ നിന്റെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളോ നിങ്ങളുടെ കുടുംബമോ മറ്റൊരാളുടെ മുമ്പിലും ഒരു നേരത്തെ അന്നത്തിനും കൈനീട്ടേണ്ടി വരരുത്. നിങ്ങളുടെ വിശപ്പടക്കാനുള്ള ഭക്ഷണം അള്ളാഹു നിങ്ങൾക്ക് ഹലാലായ രൂപത്തിൽ എത്തിക്കണം. മൂന്നാമത്തെ യാസീൻ എന്തിനാണ്? നിങ്ങളുടെ അന്ത്യം നന്നാകാനാണ്. എത്രയോ പേർ മുസ്ലിമായി ജനിക്കുന്നു, അല്ലാതെ മരണപ്പെടുന്നു. എന്നാൽ കലിമ ചൊല്ലി അള്ളാഹുവിന് പൊരുത്തമുള്ള അടിമയായി യഥാർത്ഥ ഒരു മുത്തഖീങ്ങൾപ്പെട്ട് നമുക്കൊന്ന് മരിക്കണ്ടേ? അതിനുവേണ്ടി നിന്റെ അന്ത്യം നന്നാകണം. അള്ളാഹു എങ്ങനെയാണോ അവന്റെ സ്വാലിഹീങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്, അതുപോലെ മരിക്കാൻ ഈ യാസീൻ നിങ്ങൾക്ക് കാരണമാകും. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിതം നീ റാഹത്തിലും നിന്റെ പൊരുത്തത്തിലുമാക്കണേ അല്ലാഹ്. പിന്നെ ഓതേണ്ടത് സൂറത്തു ദുഖാൻ 1 തവണ. പിന്നെ ചെയ്യേണ്ടത് യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീർ 100 തവണ. അടുത്തത് അല്ലാഹുമ്മ ഇന്നക ഹലീമുൻ ദു അനാതിൻ ലാ ത്വാഖത ലനാ വഅഫു അന്നാ ബിഹിൽമിക യാ അല്ലാഹു ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ 70 പ്രാവശ്യം ചൊല്ലുക. അടുത്തത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ 100 തവണയും പാരായണം ചെയ്യുക. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. അവസാനം 100 സ്വലാത്ത് കൂടെ ചൊല്ലി ഹബീബിലേക്ക് നമുക്ക് ലയിക്കാം. അള്ളാഹു നമ്മുടെ ഷഅബാൻ രാവ് അവന് തൃപ്തിയിൽപ്പെട്ട രാവാക്കി നമുക്ക് സമ്മാനിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എന്നെയും എന്റെ കുടുംബത്തെയും ഹബീബി എന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളെയും അതിനെ സഹായിക്കുന്ന എല്ലാവരെയും ഹബീബിയ കുടുംബങ്ങളെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തുക. അസ്സലാമു അലൈക്കും.